നമ്മള് ഇന്നത്തെ നമ്മുടെ പരിപാടി പെട്ടി അയക്കാം. കുറച്ച് പണിട്ടുണ്ട് പെട്ടി അയക്കാൻ. വീട്ടിലേക്ക് നമ്മൾ പെട്ടി അയക്കാൻ പോവാണ്. ATM പോയി 2 ചീറ്റ് പോയി അടുത്ത ATM പോവാണ്. അതെ ഗൈസ്, അങ്ങനെ നാട്ടിലേക്ക് പെട്ടി അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിനേക്കാളും നല്ലത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് ആരോ പറഞ്ഞത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേ വഴി പെട്ടി അയക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്ത്യൻ റെയിൽവേയിലാണെങ്കിൽ നമുക്ക് 1 കിലോക്ക് 9 രൂപയുള്ളൂ എന്ന് എവിടെന്നോ ഞങ്ങളൊരു ശ്രുതി കേട്ടു. അതുകൊണ്ട് കാവടി തുള്ളിപ്പോയ ഞങ്ങളാ. പക്ഷേ അത് ട്രാജഡി ആയെന്ന് പറയണമല്ലോ. ഞങ്ങൾ നേരെ ചെന്നപ്പെട്ടതും ബ്രോക്കേഴ്സിൻ്റെ അടിയിലും. ഇവരോട് പച്ചയായ ഹിന്ദിയിൽ ഞങ്ങൾ ചോദിച്ചതാ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് കൊണ്ടുപോകും, നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറയാ ഇവർക്ക് പാക്ക് ചെയ്തതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, ഇന്ത്യൻ റെയിൽവേ വഴി ഇവർ അയക്കണതിന് വേറെ പൈസ വരും, അങ്ങനെ എന്തെല്ലോ കഥകളി. ലാസ്റ്റാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് അയക്കും, ഇന്ത്യൻ റെയിൽവേ വഴി അയക്കുമെന്ന്. അങ്ങനെ ഇവർ പാക്ക് ചെയ്തത് ഇവരായിട്ട് കൊണ്ടു കൊടുക്കണമെങ്കിൽ എന്തോ അഡീഷണൽ 600 രൂപ വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചുമന്നാണ് ഇന്ത്യൻ റെയിൽവേയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത് നമ്മൾ ഇന്ത്യൻ റെയിൽവേ വഴി അയക്കുന്നവർ ഈ സ്കാമിൽ വീഴാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ചെന്ന് ഇന്ത്യൻ റെയിൽവേ വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങളാ ഇത് എസ്പെഷ്യലി ഇൻ വെരി വെരി മെയിൽ ഡോമിനേറ്റഡ് പ്ലേസസ്. അങ്ങനെ ഒരുപാട് പറ്റിക്കലിന് ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ നാട്ടിലേക്ക് സാധനങ്ങൾ അയച്ച് തിരിച്ചെത്തി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.